ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. സാധാരണ ഞായറാഴ്ചകൾ ആലസ്യത്തിന്റെ ദിവസമാണ്. വൈകി എണീക്കലും വിശാലമായ കുളിയും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ. ചില സൺഡേ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പക്ഷേ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഞാനും ഏട്ടനും അമ്പലത്തിൽ പോയി. തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞും ചില കാര്യങ്ങൾക്കൊക്കെ പരാതി പറഞ്ഞും പ്രാർത്ഥിച്ചും ഫുൾ പോസിറ്റീവ് മൂഡിൽ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചെത്തി. അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഞങ്ങൾ കണ്ടതോ, ഞായറാഴ്ചയായിട്ടും നേരത്തെ എണീറ്റ് നിൽക്കുന്ന കിച്ചുട്ടനെയും തൊടിയിൽ നിൽക്കുന്ന വേലായുധേട്ടനെയുമാണ്. തൊടിയിലും വീട്ടുമുറ്റത്തൊക്കെ ചില പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പോസിറ്റിവിറ്റി കൂടിയിട്ടാണോ എന്നറിയില്ല, ഏട്ടനും വേലായുധേട്ടന്റെ ഒപ്പം കൂടി. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ അറ്റകുറ്റപ്പണികളും വേലായുധേട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പടവ്, തോട്ടം കിളയ്ക്കൽ, ചാല് വൃത്തിയാക്കൽ, അങ്ങനെയുള്ള എല്ലാ പണികൾക്കും അച്ഛൻ വിളിക്കുന്ന സ്ഥിരം പുള്ളിയാണ് കേട്ടോ വേലായുധേട്ടൻ. അതിനിടെ ഇവിടെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. ഞാനതൊക്കെ പറിച്ചു കേട്ടോ. കുരുമുളകും പറിച്ച് നിന്നാ പോരല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? സോ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. നല്ല ചിക്കൻ പരട്ടും പിടിയുമായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലേലും ഞായറാഴ്ച റിലാക്സ് ചെയ്ത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ഐറ്റംസും കൂട്ടിയുള്ള ഫുഡടി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ? കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ്റെ അല്ലേ മോൻ കിച്ചുട്ടനും കൈക്കോട്ടും കൊട്ടയുമായി തോട്ടത്തിലേക്ക് ഇറങ്ങി. അച്ഛനും കിച്ചുവും വേലായുധേട്ടനും എല്ലാവരും തോട്ടത്തിൽ തകൃതിയായി പണിയെടുക്കുന്നു. കുട്ടികളുള്ള വീട്ടിൽ മുതിർന്നവരൊക്കെ മുറ്റത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും മുറ്റത്തായിരിക്കും. കിച്ചുട്ടനോട് ഞങ്ങൾ കുറെ പറഞ്ഞു കേട്ടോ, കൈക്കോട്ട് മേല് തട്ടും, കിച്ചുട്ട അങ്ങോട്ട് വാന്നൊക്കെ. പക്ഷെ ആരുണ്ട് കേൾക്കാൻ? നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ ഇങ്ങനെയല്ലേ. പിന്നെ അവർക്കിതൊരു രസം. എല്ലാവരുടെ കൂടെ കൂടി ഞാനും വലുതായി എന്നുള്ളൊരു ഭാവമായിരുന്നു കേട്ടോ കിച്ചുവിന്. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കണ്ടാ മതി കേട്ടോ ഇതിനെ. അവന് അവന്റെ സന്തോഷം. എന്നാ പിന്നെ കുറച്ച് മണ്ണ് വാരിയും പണിയെടുത്തും നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, നേരത്തെ എണീറ്റതുമാണ്, ആള് കുളിയും കഴിഞ്ഞതാണ്. എന്നാലും അവനൊരു മനസുഖം. പണിയെടുത്ത് ക്ഷീണിച്ചവർക്കൊക്കെ ഏട്ടൻ ഇളനീര് വെട്ടാൻ തുടങ്ങി. എല്ലാവരും ഇളനീര് കുടിച്ചു കേട്ടോ. ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടായ തെങ്ങിലെ ഇളനീരാണേ. തോട്ടത്തിൽ പണിയെടുത്തവർക്ക് മാത്രമല്ലല്ലോ ക്ഷീണം. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഞാനും നല്ലൊരു ഇളനീരെടുത്ത് കുടിക്കാൻ തുടങ്ങി. ഇളനീരൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ശേഷിക്കുന്ന പച്ചയായ ജീവിതത്തിന്റെ നേർക്കാഴ്ച എന്നോണം മുഖം നോക്കി ലക്ഷണം പറയും, കൈ നോക്കി ലക്ഷണം പറയും, നല്ല കാലം വരും, ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു മുത്തശ്ശി വന്നത്. പിന്നൊന്നും നോക്കിയില്ല, കൈയും നീട്ടി അമ്മ ഇരുന്നു കൊടുത്തു. ഭാവിയും ഭൂതവും ഒക്കെ അറിയാൻ ആർക്കാ ഇഷ്ടമല്ലാത്തെ? ഞാനും ഏട്ടനും കിച്ചുവും അമ്മയും ഒക്കെ നിരത്തി കൈയും മുഖലക്ഷണവും പറയിപ്പിച്ചു കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ പൂരപ്പറമ്പിൽ പോയിരുന്ന സമയത്ത് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയപ്പോ കൈ നോക്കിയ ഒരു ഓർമ്മയാണ് എനിക്കുണ്ടായത് കേട്ടോ. ഈ സമയത്ത് ഏട്ടനും കാര്യമായി തന്നെ മുത്തശ്ശിക്ക് ഇരുന്നു കൊടുത്തു. മോനെ, വരവ് ഒരു വഴിക്കും ചിലവ് 4 വഴിക്കും. എല്ലാം സത്യമാണെന്ന രീതിയിൽ ഏട്ടനും തലകുലുക്കി. ശരി തന്നെയാണ് അമ്മമ്മ. ഇതെന്റെ കൈനീട്ടമാണ് കുട്ടികളെ, നിങ്ങളൊക്കെ നന്നായി വരും എന്ന് സന്തോഷത്തോടെ അനുഗ്രഹിച്ച് മുത്തശ്ശി യാത്രയായി. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.